നമ്മളിപ്പോൾ വിജയ് വിത്താല ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് പുഷ്കരണി കാണാനാണ്. അതിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. പുഷ്കരണിയിലേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് ഇതുപോലുള്ള കുറേ കെട്ടിടങ്ങൾ കാണാൻ പറ്റും. ഇത് ഒക്ടഗണൽ ബാത്ത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒക്ടഗണൽ ഷേപ്പിലാണ് ഈ കുളം നിർമ്മിച്ചിരിക്കുന്നത്. പണ്ട് രാജാക്കന്മാർ ആസ്വദിച്ച് കുളിച്ചിരുന്ന ഈ സ്ഥലം ഇന്ന് വെള്ളമൊന്നുമില്ലാതെ അവശേഷിക്കുകയാണ്. ഈ കുളത്തിന് ചുറ്റിലുമായി എണ്ണ തേച്ച് കുളിക്കുന്നതിനുള്ള സ്പായും മസാജിങ്ങിനുള്ള സൗകര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. തുംഗഭദ്ര നദിയിലെ വെള്ളം തന്നെയായിരുന്നു ഇവിടെയും ഉപയോഗിച്ചിരുന്നത്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് റോയൽ എൻക്ലോഷറിനടുത്തേക്കാണ്. അവിടെയാണ് കൊട്ടാരങ്ങളും ആനകളെയും കുതിരകളെയും പാർപ്പിച്ചിരുന്ന പന്തികളും ജയിലുകളും മഹാനവമി ദിബയും ബ്ലാക്ക് സ്റ്റോൺ പുഷ്കരണിയും എല്ലാം ഉള്ളത്. അല്ല, ഉണ്ടായിരുന്നത്. ഇതാണ് മഹാനവമി ദിബ. അന്നത്തെ ഹംപിയിലെ ഏറ്റവും വലിയ ആഘോഷങ്ങളിലൊന്നായിരുന്ന മഹാനവമി നാളിലെ ആഘോഷങ്ങളും പരിപാടികളും രാജകുടുംബാംഗങ്ങൾ ആസ്വദിച്ചിരുന്നത് ഈ വേദിയിൽ വെച്ചായിരുന്നു. കൊട്ടാര സമുച്ചയത്തിൻ്റെ അടിത്തറയും അവശിഷ്ടങ്ങളും മാത്രമാണ് നമുക്കിവിടെ കാണാനാവുക. കൊട്ടാരങ്ങളുടെ അടിത്തറ മാത്രമായിരുന്നു കല്ലുകൊണ്ടുണ്ടായിരുന്നത്. മുകളിലേക്കുള്ളവ മരം കൊണ്ടായിരുന്നു നിർമ്മിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവ തീ വെച്ച് നശിപ്പിക്കുക എന്നത് അക്രമികളുടെ ജോലി എളുപ്പമാക്കി കൊടുത്തു. ഇപ്പം നമ്മൾ ബ്ലാക്ക് സ്റ്റോൺ പുഷ്കരണിൻ്റെ അടുത്താണുള്ളത്. ഇപ്പോൾ ആ പുഷ്കരണി ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടാണ് ബ്ലാക്ക് സ്റ്റോൺ പുഷ്കരണി. ഇത് ഈ ഭീമിൻ്റെ മുകളിൽ കണ്ടോ, ഇത് തുംഗഭദ്ര നദിയിൽ നിന്ന് ഈ പുഷ്കരണി എന്ന് പറഞ്ഞാൽ കുളമാണ്, കുളത്തിനാണ് പുഷ്കരണി എന്ന് പറയുക. ഈ കുളത്തിലേക്ക് വെള്ളം കൊണ്ടുവന്നിരുന്ന പാത്തിയാണ് ഈ കാണുന്നത്. ഇതിലെ വന്നിട്ട് അത് അവിടുന്ന് അവിടെ ചെരിഞ്ഞത് കണ്ടോ, ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്. അതിൽ കൂടെ കുളത്തിലേക്ക് പോകും. പിന്നെ ഇതിലെ എങ്ങനെ വന്നിട്ട് ഇത് ദേവരായരെ കൊട്ടാരമായിരുന്നു പണ്ട്. ഈ പൊളിഞ്ഞു കിടക്കണ ഇത് കണ്ടോ, കൊട്ടാരം, പിന്നെ ജയില്, അതുപോലെ കൊട്ടാര സമുച്ചയം എന്നൊക്കെ പറയാം. അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു. അപ്പോൾ അവിടേക്കും ആ വെള്ളം പാത്തി വഴി ഇതിലെങ്ങനെ വന്നിട്ട് ഇവിടെ വരെയുള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് തകർന്നുണ്ട്, ഇവിടുന്ന് അങ്ങോട്ട് തകർന്നിട്ടുള്ള ഉള്ളത്. അപ്പോൾ അവിടെ നിന്നൊക്കെ വെള്ളം കൊണ്ടുവന്നിരുന്ന ഒരു പാത്തിയാണിത്. അന്നത്തെ കാലത്ത് ഈ മോട്ടറും പമ്പ് സെറ്റും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് ചിലപ്പോൾ ആളുകളെ കൊണ്ട് തന്നെ അവർക്ക് രാജാക്കന്മാരല്ല, അവർക്ക് അടിമകളും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ രാജാക്കന്മാരുടെ ഉത്തരവ് പ്രകാരം പ്രജകൾ അല്ലെങ്കിൽ അടിമകൾ ആയിരുന്നിരിക്കാം, പറയാൻ പറ്റില്ല, ചരിത്രത്തിലൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ ഈ തുംഗഭദ്രയിൽ വെള്ളം ഈ പാത്തി വഴി കൊണ്ടുവന്നതും ഈ പുഷ്കരണി നിറച്ചിരുന്നതും അതുവഴി എല്ലാവരും ഈ രാജ്യത്തിന് ആവശ്യമായ വെള്ളം, കൊട്ടാരത്തിന് ആവശ്യമായ വെള്ളം എല്ലാവരും ഉപയോഗിച്ചിരുന്നതും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു എന്നാണ് ചരിത്രമല്ല എന്നാണ് വിശ്വാസം. അല്ലാതെ ചരിത്രത്തിൽ ഒരു രേഖപ്പെടുത്തലുകളും തെളിവുകളും ഒന്നുമില്ല. നമുക്ക് ഊഹിക്കാൻ മാത്രമേ കഴിയുള്ളൂ അതിനെ പറ്റി കാര്യങ്ങളൊക്കെ. ഇതാണ് ബ്ലാക്ക് സ്റ്റോൺ പുഷ്കരണി.
അപ്പോൾ ബ്ലാക്ക് പുഷ്കരനിലേക്ക് വെള്ളം കൊണ്ടുവന്ന പാത്തിൻ്റെ അടുത്തു നിന്നും നമ്മളെ അവസാനത്തെ ഹംപിയിലെ ഉള്ള അവസാനത്തെ വീഡിയോ ആണിത്. ഹംപിയിലുള്ള ഭൂരിഭാഗം കാഴ്ചകളും ഇപ്പോൾ കണ്ടിട്ടുണ്ട്. 1-2 സ്ഥലമൊക്കെ മിസ്സായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് മങ്കി ടെമ്പിളാണ്. മങ്കി ടെമ്പിൾ നമുക്ക് മിസ്സായിപ്പോയി. കാരണം എന്താ വെച്ചാൽ അവിടെ പാട്ടാ വെയിലാണ്, പിന്നെ ആ മലേൻ്റെ മുകളിൽ കയറണം. അതുകൊണ്ട് ജസ്റ്റ് അത് മിസ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്തായാലും അവിടെ സന്ദർശിക്കണം എന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇതുവരെ നിങ്ങളെല്ലാവരും ഹംപീൻ്റെ വീഡിയോൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തതിന് എല്ലാവർക്കും വലിയ നന്ദിയുണ്ട്. ഇനി അടുത്ത സ്ഥലത്തേക്കുള്ള ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക്സ്.